ആദ്യം ഒരു ഫോൺ വിളിച്ചായിരുന്നു. So she had mobile contact at that time. ആ സ്ഥിതിക്ക് she should not move from there at all. അവിടെ നിന്നാലും she could have continuously told them that okay, I am okay or this. Every day before the trek ഞങ്ങൾ ചോദിക്കും is everybody okay. Don't take anything casually. അതാണ് most important. നമ്മളിപ്പോൾ ശരണ്യ എന്നൊരു പെൺകുട്ടിയുടെ വിസ്മയകരമായ ഒരു തിരിച്ചറിവിൻ്റെ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇപ്പോൾ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന ഒരു സീൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ബാക്ക് പാക്കൊക്കെ തൂക്കി നമ്മളിങ്ങനെ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലൂടെ ഒരു കാട്ടിലൂടെയൊക്കെ കയറി പോകുന്ന ഒരു സീനാണ്. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പോകുന്നതിന് മുന്നേയും ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടത്? എല്ലാ ട്രക്കിങ്ങും സെയിം അല്ല. ഇപ്പം നമ്മൾ കേരളത്തിൽ തേക്കടി ട്രക്ക് ചെയ്യുവാണെങ്കിൽ കൂടുതലും ഫോറസ്റ്റ് ഏരിയയിൽ കൂടാണ്. മൂന്നാറി ട്രെക്ക് ചെയ്താൽ പല സ്ഥലങ്ങളും ഗ്രാസ് ലാൻഡ്സ് ആണ്. അന്നേരം ദി ടെറൈൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലേസസ്. ഇപ്പം നമ്മൾ എന്തോ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നാമത് എനി ആക്ടിവിറ്റി, ഒരു അഡ്വെഞ്ചർ ആക്ടിവിറ്റി എനി ആക്ടിവിറ്റി അധികം കോംപ്ലിക്കേറ്റഡ് അല്ലേ പോലും ഈസ് എ റിസ്കി ആക്ടിവിറ്റി. അന്നേരം അത് നമ്മൾ മനസ്സിൽ എപ്പോഴും കാണണം. ഒരു റിസ്കി ആക്ടിവിറ്റി അണ്ടർടേക്ക് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റിസ്ക് ഫാക്ടർ എങ്ങനെയാണ് താഴോട്ട് കൊണ്ടുവരേണ്ടതെന്നുള്ളതാണ് നോക്കേണ്ടത്. ഇപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പരിചയമില്ലാത്ത ഒരു സ്ഥലത്തോട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഒരു ട്രക്കിങ്ങിന് പോകുന്നു പറഞ്ഞാൽ ഇറ്റ്സ് എ ഡേഞ്ചറസ് തിങ്. യു ഡോണ്ട് നോ അവിടെ എന്തോ ആണുള്ളത്, അത് അറിഞ്ഞുകൂടാ. അന്നേരം യു ആർ ടേക്കിംഗ് ആരാണ്ട് എന്തോ പറഞ്ഞ ഇതിൽ അങ്ങ് യു ആർ ജസ്റ്റ് ഫോളോയിങ് എ ട്രാക്ക്, അങ്ങനെ അങ്ങ് പോവാണ്. അതിനാണ് യു ഷുഡ് ഓൾവേസ് ഗോ വിത്ത് ക്വാളിഫൈഡ് അഡ്വെഞ്ചർ ഓപ്പറേറ്റേഴ്സ്. റിസ്ക് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ വാട്ട് ഈസ് ദ ലെവൽ ഓഫ് റിസ്ക്, ആ റിസ്ക് നമ്മൾ ഇഫ് യു പുട്ട് ഇറ്റ് ഇൻ ഒരു 1 to 10 ഇട്ടാൽ ആ റിസ്ക് അനുസരിച്ച് ഇപ്പം ഒരു ഹൈ റിസ്ക് ആണെങ്കിൽ ആ റിസ്ക് ലെവൽ, ഇപ്പം റിസ്ക് ലെവൽ 8 ആണെങ്കിൽ ഹൗ ഡു യു ബ്രിങ് ഇറ്റ് ഡൗൺ ടു 4 അല്ലെ 3 എന്നുള്ളതാണ്. എല്ലാ ആക്ടിവിറ്റിയും റിസ്ക്കിയാണ്, ബട്ട് യു ബ്രിങ് ഡൗൺ ദ റിസ്ക് ലെവൽ. അത് ചെയ്യാനായിട്ടാണ് ഒന്ന് യു ഹാവ് എ ചെക്ക് ലിസ്റ്റ്, 2 യു ഡു എ റെക്കി. നമ്മൾ എത്ര എളുപ്പമുള്ള ഒരു ട്രക്കാണ്, നമ്മളിപ്പോൾ ഒരു സ്റ്റേഴ്സ് കയറുവാണെങ്കിൽ പോലും യു ക്യാൻ സ്ലിപ്പ് ആൻഡ് ഫോൾ, അല്ലെ ഒരു ആങ്കിൾ ട്വിസ്റ്റ് ചെയ്യാം. അന്നേരം അങ്ങനത്തെ ഒരു ഇവൻച്വാലിറ്റിയിൽ ഹൗ ഡു യു മാനേജ് ദാറ്റ്? എല്ലാ സമയത്തും വി ഹാവ് എൻ എവാക്യുവേഷൻ പ്ലാൻ. ഇപ്പം ഞങ്ങളൊരു ട്രക്കിന് പോവാണ്, ഒരു ഫ്രം വൺ പ്ലേസ് ടു അനദർ, മൂന്നാറി ട്രക്കിന് പോവാണെങ്കിൽ at any given point of time there is a vehicle waiting at the nearest point of evacuation. അപ്പോൾ അവർ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് ആൻഡ് ദേ ആർ ഇൻ ടച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ ഇമീഡിയറ്റ്ലി ദാറ്റ് പേഴ്സൺ ഈസ് ഷിഫ്റ്റഡ് ടു എവാക്യുവേഷൻ വെഹിക്കിൾ ആൻഡ് ടേക്കൺ ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അതെല്ലാം ഇറ്റ് ഈസ് ഓൾ പ്ലാൻഡ് ഔട്ട് ആൻഡ് വി നോ വെയർ ടു ഗോ. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പുമായിട്ട് പോകുമ്പം അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം കൂടെ പോകുന്നവർ ദ ഗൈഡ്സ് ഷുഡ് നോ വെയർ ഈച്ച് വൺ ഓഫ് ദം ഈസ്. ഇപ്പം നമ്മൾ 10 പേരെ ട്രക്കിന് കൊണ്ടുപോകണം, 20 പേരെ ട്രക്ക് പോകണം, ഡിപ്പെൻഡിങ് ഓൺ ദ നമ്പേഴ്സ് ദ ഗൈഡ്സ് നമ്പർ ഓഫ് ഗൈഡ്സ് വിൽ ചേഞ്ച്. പക്ഷെ എന്തു വന്നാലും ദർ ഇസ് ഓൾവേസ് എ ഗൈഡ് ഇൻ ഫ്രണ്ട് ആൻഡ് ദർ ഇസ് ഓൾവേസ് എ ഗൈഡ് ബിഹൈൻഡ്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നവർ ട്രക്ക് ചെയ്യുന്നത്. സോ ഒരാളെ അതിനകത്തുനിന്ന് മിസ് ഔട്ട് ആകണം. ഇപ്പം ഇഫ് സംബഡി വാണ്ട്സ് ടു സ്റ്റോപ്പ്, ഒരു ടോയ്ലറ്റ് ബ്രേക്ക്, ഒരു സംബഡി വാണ്ട്സ്, ദ ഹോൾ ഗ്രൂപ്പ് സ്റ്റോപ്സ്. ഇപ്പം ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് കുറച്ച് പേര് നേരെ അങ്ങ് മുന്നോട്ട് പോയി. സോ ഇതിലൊക്കെ വാട്ട് ഹാപ്പൻസ് ഈസ് ദർ ആർ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് കേപ്പബിലിറ്റീസ്. ഒരു 20 പേരെ കൊണ്ടുപോയാൽ അതിനകത്ത് 5 പേര് എക്സലൻറ്റ് ട്രക്കേഴ്സ് ആയിരിക്കും, 5 പേര് വളരെ മോശം ട്രക്കേഴ്സ് ആയിരിക്കും. ബട്ട് വെൻ യു ആർ ഗോയിങ് ഇൻ എ ഗ്രൂപ്പ്, ഈ 20 പേരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് യുവർ റെസ്പോൺസിബിലിറ്റി. 5 പേരെ മുന്നോട്ട് വിടാനൊക്കത്തില്ല. ദേ ഹാവ് ടു വെയിറ്റ് ഫോർ ദി അതേഴ്സ്. സോ ഈ സിറ്റുവേഷനിൽ ഈ കുട്ടി ഐ ഡോണ്ട് നോ ഹൗ ഷീ വെൻ മിസ്സിങ് ഫ്രം ദിസ്. ആ ഗ്രൂപ്പിൻ്റെ ഇടയിൽ നിന്ന് ഒരാളെ മിസ് ചെയ്തിട്ട് അവരെ അത് റിയലൈസ് ചെയ്യാഞ്ഞത് ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. പിന്നെ ഈവൻ ഇൻ ദ ഇവൻച്വാലിറ്റി ഓഫ് സംബഡി മിസ്സിങ് ഫ്രം ദ ഗ്രൂപ്പ്, ഇപ്പോൾ ഒരാൾ പെട്ടെന്ന് ദേ റിയലൈസ് ദാറ്റ് ഐ എം നോട്ട് വിത്ത് ദ ഗ്രൂപ്പ്, അത് ഞങ്ങൾ വി ഓൾറെഡി ഗീവ് ദം എ ബ്രീഫിംഗ് ഇഫ് എവർ ദാറ്റ് ഹാപ്പൻസ് വാട്ട് യു ഷുഡ് ഡു ആൻഡ് വാട്ട് യു ഷുഡ് നോട്ട് ഡു. അല്ല മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി വാട്ട് യു ഷുഡ് നോട്ട് ഡു ഈസ് ഗോ അവേ ഫ്രം ദ റൂട്ട് യു ആർ ടേക്കിംഗ്. നമ്മൾ എടുത്ത റൂട്ടിൻ്റെ അവിടുന്ന് ഇൻ ദിസ് കേസ് ശരണ്യ ഈസ് എക്സാക്ട്ലി ഡൺ ദാറ്റ്. അത് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ബിക്കോസ് ഷീ വാസ് നോട്ട് ബ്രീഫ്. സോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് വെളിയിലോട്ട് കിടക്കണമെന്നുള്ള ഉദ്ദേശത്തിൽ ഷീ സ്റ്റാർട്ടഡ് മൂവിങ്. അതിൽ അൺഫോർച്ചുനേറ്റ്ലി ഷീ സ്റ്റാർട്ടഡ് മൂവിങ് ഇൻ ദ റോങ് ഡയറക്ഷൻ.
ഷീ ഡസൻറ്റ് നോ ദ ഡയറക്ഷൻ. അതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ബട്ട് ദ ബ്രീഫിംഗ് ഷുഡ് ഹാവ് ബീൻ യു വെയിറ്റ് അവിടെ വെയിറ്റ് ചെയ്താൽ. ആൻഡ് ഓൾസോ ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് ആദ്യം ഒരു ഫോൺ വിളിച്ചായിരുന്നു. സോ ഷീ ഹാഡ് മൊബൈൽ കോണ്ടാക്ട് അറ്റ് ദാറ്റ് ടൈം. ആ സ്ഥിതിക്ക് ഷീ ഷുഡ് നോട്ട് മൂവ് ഫ്രം ദെയർ അറ്റ് ഓൾ. അവിടെ നിന്നാൽ ഷീ കുഡ് ഹാവ് കണ്ടിന്യൂസ്ലി ടോൾഡ് ദം ദറ്റ് ഓക്കെ ഐ ആം ഓക്കെ ഓർ ആൻഡ് ആ മൊബൈൽ ഉപയോഗിച്ച് ദേ കുഡ് ഹാവ് ഫൗണ്ട് മച്ച് ഏർലിയർ. ഇപ്പം വി ആർ വെരി lucky, she was very lucky that there was no wildlife encounter, വീണില്ല, അങ്ങനത്തെ ഒരു ഇതൊന്നും നടന്നില്ലെന്നുള്ളത്. ഷി വാസ് വെരി ലക്കി ആൻഡ് ഷി വാസ് വെരി ബ്രേവ്. അത് ഡെഫിനറ്റ്ലി സംഭവിച്ചിരുന്നു. ബട്ട് മോർ ദാൻ എനിത്തിങ് എൽസ് ഇതിലൊക്കെ ഉള്ളത് ഷീ ഡിഡ്ന്റ് ഗോ ഇൻടു എ പാനിക്. ഇതിൻ്റെ ഒക്കെ ബിഹൈൻഡ് ഓൾ ദിസ് വാട്ട് ഇറ്റ് സേസ്, യു മസ്റ്റ് ഓൾവേസ് ഗോ വിത്ത് എ റെക്കഗ്നൈസ്ഡ് ഓപ്പറേറ്റർ. ഈ ശരണ്യയുടെ കേസിൽ എന്തായിരിക്കും ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവാനുള്ള സാധ്യത? അത് ഐ ജസ്റ്റ് കനോട്ട് സേ, ബിക്കോസ് എങ്ങനെ ഷീ വെൻ മിസ്സിംഗ് എന്നുള്ളത് I don't know. Probably you are trekking, probably ഒരു toilet break-ന് അങ്ങോട്ട് she must have gone behind a bush. But before she realized എല്ലാവരും പോയി and nobody realized that she was missing. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യണമല്ല. She should tell the leader. ഈ ഗ്രൂപ്പിലെല്ലാം there should be one leader. That leader is totally in charge of the group. ഈ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ശരണ്യക്ക് ഒറ്റയ്ക്ക് പോകാനായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നതിന്റെ സാധ്യതകൾ എത്രത്തോളമാണ്? That is foolishness. ചിലർ അത് ചെയ്യും. But most of them are very experienced trekkers, they know survival techniques, they know, they are very, very experienced. But otherwise, തന്നെത്താൻ ഒരു ഇതിന് പോകുന്നത് is very dangerous. തന്നെത്താൻ മാത്രമല്ല, ഈവൻ ഇഫ് യു ആർ ഇൻ എ ഗ്രൂപ്പ്, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിൽ പറ്റുന്ന മിക്കവാറും അങ്ങനെയാണ്. ഒരു 4-5 ഫ്രണ്ട്സ് വെച്ച് നമുക്ക് പോടാ, വിൽ ഗോ ഫോർ എ ട്രെക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ദാറ്റ് ഈസ് ഡേഞ്ചറസ്. Because they don't know. You see, as long as everything is going well, it is very good. But the moment there is a problem, ഒരു eventuality വന്നാൽ, then nobody knows what to do because they are not trained in that. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ നമുക്ക് കുറേ പ്രിക്കോഷൻസ് എടുക്കാം, നമുക്ക് കുറേ പ്ലാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിനപ്പുറത്തേക്ക് ട്രക്കിങ്ങിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന നിരവധി അപകടങ്ങളുണ്ട്. നമ്മൾ അത്തരം വാർത്തകളും കേട്ടിട്ടുണ്ട്. കാട്ടുതീയിലകപ്പെട്ട് കുട്ടികൾ മരിച്ച സംഭവങ്ങൾ അടക്കം നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? See, it all depends on the people who are accompanying, the guides. The guides, ഇപ്പം ഞങ്ങളുടെ കൂടെ ഒരു ട്രെക്കിന് വന്നു ഒരാൾ വീണ് കാലൊടിഞ്ഞു. താഴെ വീണ് കാലൊടിഞ്ഞു. കാലൊടിഞ്ഞാൽ നടക്കാനൊക്കത്തില്ലല്ലോ. ബട്ട് ദേ ആർ ട്രെയിൻ ടു മേക്ക് ഫീൽഡ് സ്ട്രെച്ചർ. ദേ വിൽ മേക്ക് എ സ്ട്രെച്ചർ. ചിലർ സ്ട്രെച്ചർ കൂടെ കൊണ്ടുപോകും. പക്ഷേ കൂടുതലും അവിടുന്ന് കുറച്ച് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കുറച്ച് you can even use a jacket, 2 ജാക്കറ്റ് ഉപയോഗിച്ച് ഒരു സ്ട്രെച്ചർ ഉണ്ടാക്കി then he gets carried. And again, like I said, what is your evacuation plan? ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, what is your evacuation? What is the nearest point of evacuation? അത് ഗൈഡ്സ് ഷുഡ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം നോ. ഞാനിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നത്, വേർ ക്യാൻ ഐ മീറ്റ് വിത്ത് ദി എവാക്വേഷൻ വെഹിക്കിൾ. ദാറ്റ് ഈസ് പ്രീ പ്ലാൻഡ്. ഞാൻ പറഞ്ഞാൽ ഞങ്ങളുടെ മൂന്നാറിൽ നിന്ന് തേക്കടി വരെ ട്രെക്ക് ചെയ്യുവാണെങ്കിൽ അറ്റ് എനി ഗിവൺ പോയിന്റ് ഓഫ് ടൈം ദർ ഈസ് വൺ വെഹിക്കിൾ വിച്ച് ഈസ് എ എവാക്വേഷൻ വെഹിക്കിൾ. അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ അവരിപ്പം മുന്നോട്ട് പോയി ചതുരംഗപ്പാറയിൽ എത്തുകയാണെങ്കിൽ എവിടെയാണ് പിക്കപ്പ് പോയിന്റ്, അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ. So mobile phones, the moment you realize that ഇപ്പം റേഞ്ച് ഇല്ലെന്നുള്ളതിൽ, so you inform them that എനിക്കിനി ഇപ്പം റേഞ്ച് ഇല്ല, I am at this point. ഇപ്പം ഞാൻ ഇവിടാണ്, പക്ഷേ ഇപ്പം റേഞ്ച് ഐ എം ഗോയിങ് ടു ലൂസ് റേഞ്ച്. അത് ഇവർക്കെല്ലാം അറിയാം ഓൾറെഡി, ബിക്കോസ് ദേ ഹാവ് ട്രെക്ക് ദറ്റ് ഏരിയ വെരി മച്ച്. സോ ഇറ്റ് ഇസ് നോട്ട് എ ന്യൂ റൂട്ട്. ഈ ന്യൂ റൂട്ട് എന്ന് പറയുന്നത് ഈസ് വെൻ വി ഡു ഇറ്റ്. ഞങ്ങളൊരു റെക്കി ചെയ്ത് ഒരു പുതിയൊരു റൂട്ട്, ക്യാൻ വി ഗോ ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി. അന്നേരം ഞങ്ങൾ ഒരു 3-4 പേരെ അവിടുത്തെ ലോക്കൽസ് എല്ലാം കൊണ്ട് വി സെൻഡ് ദം ഫോർ എ റെക്കി. അത് GPS ട്രാക്ക് ചെയ്ത്, സോ വി ഹാവ് ഇറ്റ് ഇൻ ദിസ് ഇൻ ദറ്റ് ഇറ്റ് ഈസ് ഈ റൂട്ട് ഇറ്റ് ഈസ് ഓൺ ദ മാപ്പ്, ഞങ്ങൾക്കറിയാം. സോ അങ്ങനെയാണ്. അല്ലാതെ ഒരു ബ്ലൈൻഡായിട്ട് ഒരു ഗ്രൂപ്പിനെയും കൊണ്ട് ഒരു പുതിയ റൂട്ടിലോട്ട് വീണാകും. ശരണ്യയുടെ കേസിൽ മറ്റൊരു കാര്യം കൂടി, അതായത് 2 മണിക്കൂറത്തേക്ക് വേണ്ടിയിട്ടുള്ളൊരു അത്രയും മാത്രം ടൈമുള്ള ഒരു ട്രക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് പവർ ബാങ്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ഈ 2 മണിക്കൂറായാലും 10 ദിവസമായാലും
പ്രിക്കോഷൻസ് എല്ലാം ഒരുപോലെയാണ്? റിസ്ക് ലെവൽ മേ ബി ഡിഫറെൻറ്റ്. ഒരു ചെറിയൊരു ട്രക്കാണെന്നും പറഞ്ഞുകൊണ്ട് യു കാൺ ടേക്ക് ഇറ്റ് ലൈറ്റ്ലി. ചെറുതാണേലും വലുതാണേലും യു ഹാവ് ടു ഫോളോ ദ പ്രിക്കോഷൻസ് ടു ദ ടി. അത് എന്തു വന്നാലും, ആൻഡ് ഇറ്റ് ഈസ് ബെറ്റർ ടു സേ നോ ദാൻ. ഇപ്പോൾ ഒരു നമ്മൾ ആരാണ്ട് പറഞ്ഞു യുനോ ദേ മൈറ്റ് ബി ഒരു എലിഫൻറ്റ് അവിടെ ആ ഏരിയയിലുണ്ട്, ബെറ്റർ ടു ക്യാൻസൽ ദ ട്രക്ക്. ഞങ്ങൾ പല പ്രാവശ്യം വി ഹാവ് ക്യാൻസൽ ദ ട്രക്ക്. ആ ഒരു ദിവസത്തെ ട്രക്ക് വി ഹാവ് ക്യാൻസൽഡ് ആൻഡ് വി ഹാവ് ഗോൺ ഡയറക്ട്ലി ടു ദ നെക്സ്റ്റ് പോയിന്റ്. അത് ദാറ്റ് ഈസ് എക്സ്പീരിയൻസ് ആൻഡ് ദാറ്റ് ഈസ് എ മെച്യൂരിറ്റി ഓഫ് ദി ഗൈഡ്സ് ദാറ്റ് ഹു ആർ ഗോയിങ് വിത്ത്. നമ്മളിപ്പോൾ ഒരു ട്രക്കിങ്ങിന് പോകുമ്പം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? Properly dressed, നമ്മൾ പ്രോപ്പർ ഷൂസ്, പ്രോപ്പർ ഡ്രസ് ഇൻക്ലൂഡിങ് ക്യാപ്പ്, അത് ഇതൊക്കെ. ക്യാരിയിങ് വാട്ടർ. ഇപ്പം ഞങ്ങളുടെയൊക്കെ ട്രക്കിന് ദേ ക്യാരി വാട്ടർ, ബട്ട് വി ഓൾസോ ക്യാരി അഡീഷണൽ വാട്ടർ, സ്നാക്സ്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ ഏരിയ ദർ മൈറ്റ് ബി ലീച്ചസ് ആർ വെരി കോമൺ ഇൻ ദ സേ, സോ വി ഗിവ് ദം ലീച്ച് സോക്സ്. അങ്ങനെ പല ഇതുണ്ട്. ബട്ട് പ്രിക്കോഷൻസ് ആയിട്ട് അല്ല, പ്രിപ്പയർഡ്നെസ് ആയിട്ടുള്ളത് ഇതാണ് ബേസിക്കലി properly dressed, and every day before the trek ഞങ്ങൾ ചോദിക്കും, is everybody okay? Medically, physically, are you okay before you start this trek? അപ്പോൾ ആർക്കെങ്കിലും അന്ന് ഒരു ലൂസ് മോഷൻ ആണ് അല്ലെ എന്തെങ്കിലും, so we advise don't trek today, don't take anything casually. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പോയി 2 മണിക്കൂറേ ഉള്ളൂ, വെള്ളം കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഐ ഡോണ്ട് നീഡ് വാട്ടർ. അത് പിന്നെ ഡ്രസ്സ് ഒരു സാൻഡിൽസ് ഇട്ട് അല്ലെ സ്ലിപ്പേഴ്സ് ഇട്ട് പോയാൽ നോ, യു ക്യാൻ ഫേസ്. ഐ മീൻ ഷൂസ് ആർ ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദീസ് ഏരിയസ് ഇസ് സ്ലിപ്പറി. സെക്കൻഡ്ലി അവിടെ സ്നേക്സ് ഉണ്ട്, വൈൽഡ് ലൈഫ് ഉണ്ട്, അങ്ങനത്തെ ഇതൊക്കെ. സോ യു ഷുഡ് ബി പ്രിപ്പയർഡ്. ഡോണ്ട് ടേക്ക് എനിത്തിങ് കാഷ്വലി. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഈ അവിടെയുള്ള ലോക്കൽ ഗൈഡ്സ്, ഇപ്പോൾ നമ്മൾ ഓരോ ഏരിയയിലും പോകുമ്പം അവിടെ ലോക്കൽ ഗൈഡ്സ് ഉണ്ടാവില്ല, അവർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? വെരി ഇമ്പോർട്ടൻറ്റ്. They know the terrain and they know the local area best. So ഞങ്ങൾ when we go, it is a combination of ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഗൈഡും ഉണ്ട്, ലോക്കൽ ഗൈഡ്. We use local guides a lot. അവിടെ most of our trekking there will be headed by a local guide. They will also be accompanied by somebody from here, but അത് കൂടുതലും because of the communication, language things, everything. Local guides are very important. അവർക്കറിയാം, they know ഇന്ന ഏരിയയിൽ എലിഫൻ്റ് ഉണ്ട്. They will warn you well in advance that don't go that way, അവിടെ elephants ഉണ്ട്, wild elephants. So they are very, very important.